കേരളത്തിൽ നിന്ന് നമുക്ക് കരിഞ്ചനുഗ്രഹിച്ച് കിട്ടിയേക്കുന്ന രണ്ട് കേന്ദ്രമന്ത്രിമാരുണ്ട്. ഒന്ന് ഉന്നത കുലജാതനാണ്, മറ്റേയാൾ അങ്ങനെ പറയുന്നില്ല. ഒരാൾ സുരേഷ് ഗോപിയാണ്. സുരേഷ് ഗോപി സ്വയം വിശേഷിപ്പിക്കുന്നത് ഉന്നത കുലജാതൻ എന്നാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞതിന്റെ വാക്കുകളുടെ അർത്ഥം അതാണ്. അതായത് ഇവിടെ ഗോത്രവർഗ വകുപ്പ് അദ്ദേഹത്തിന് കൊടുക്കണം എന്ന് ശ്രീ നരേന്ദ്രമോദിയോട് പറഞ്ഞു. ശ്രീ എന്ന് ഞാനേ പറയുന്നുള്ളൂ, അദ്ദേഹം മോഡി എന്നേ പറഞ്ഞിട്ടുള്ളൂ, കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കാരണം ആ വകുപ്പ് ഭരിക്കേണ്ടത് ഒരു ഉന്നത കുലജാതനാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അദ്ദേഹം ഉന്നത കുലജാതനാണ് എന്നുള്ളതാണല്ലോ അതിന്റെ അർത്ഥം. അപ്പൊ അത് വളരെ നല്ല ഒരു പ്രഖ്യാപനമായിട്ട് എനിക്ക് തോന്നി കേട്ടോ. ഒരു കേരളത്തിൽ നിന്ന് പോയ ഒരാളാണ്. അപ്പൊ അതിന്റെ രണ്ടർത്ഥങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കണം. ഒന്ന്, ഇദ്ദേഹത്തിന് ഇങ്ങനെ പറയാനുള്ള അധികാരമുണ്ടോ? ഈ പറയുന്ന അധികാര ദുർവിനിയോഗവും ഭരണഘടനാ വിരുദ്ധവുമായ കാര്യങ്ങളാണ്. കാരണം ഞാനിത് ഭരണഘടനയുടെ വെളിച്ചത്തിൽ തന്നെ പറയാണ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 15 അതുപോലെ ആർട്ടിക്കിൾ 16 അതിനകത്ത് വർഗത്തിന് വിവേചനം നടത്തുക. അതായത് ഉന്നത കുലജാതൻ വേണം, ഗോത്രവർഗ്ഗക്കാരെ ഭരിക്കാൻ. എന്ന് വെച്ചാൽ ഗോത്രം എന്ന് പറയുന്നത് താഴെ കിടക്കുന്നതാണ്, ഉന്നത കുലജാതൻ വേണം എന്നാണ് അതിന്റെ അർത്ഥം. ആർട്ടിക്കിൾ 15 അതുപോലെ ആർട്ടിക്കിൾ 16(1) 16(2) ബ്ലാറ്റന്റ് വയലേഷൻ ആണ് സുരേഷ് ഗോപി പറഞ്ഞത്. ഒരു ഓഫീസിനെ സംബന്ധിച്ചിടത്തോളമാണ്. അതായത് ഉന്നത കുലജാതൻ വേണം, ഗോത്രവർഗ വകുപ്പിന്റെ ഓഫീസ് ഭരിക്കാനുള്ള മന്ത്രി എന്ന് പറയണമെങ്കിൽ ആർട്ടിക്കിൾ 15(1) 15(2) ഒന്ന് എടുത്ത് വെച്ച് വായിച്ചാൽ മതി. ഒരു ഓഫീസിനെ സംബന്ധിച്ചിടത്തോളം റേസ്, കാസ്റ്റ്, സെക്സ് ഇതൊക്കെയുള്ള ഡിസ്ക്രിമിനേഷൻ സിറ്റിസൺസിനെ എതിരെ നടത്തുക എന്ന് പറയുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്. ഇന്ത്യൻ ഭരണഘടനയെ പിടിച്ച് സത്യപ്രതിജ്ഞ ചെയ്ത MP, അതല്ല ഒരു മന്ത്രി ആണ് ഇതേപോലുള്ള ഭക്ഷണത്തരം വിളിച്ച് പറയുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ശ്രീ സുരേഷ് ഗോപിക്ക് എതിരെ നടപടി വരേണ്ടതാണ് ഇതിന്. അദ്ദേഹം യഥാർത്ഥത്തിൽ അദ്ദേഹത്തിനെതിരെ കേസ് കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ കുരുങ്ങും. കാര്യം ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള നടപടിയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഞാൻ വേറെ ആക്ഷേപം പറയല്ല. ഇത് ഒരു മനുഷ്യന്റെ മനസ്സിലിരിക്കുന്ന കാര്യമാണ്. നമ്മൾ അദ്ദേഹത്തിന്റെ മനോവ്യാപാരം അങ്ങനെയാണ്. അദ്ദേഹം സ്വയമായിട്ട് ഗണിക്കുന്നത് ഒരു ഉന്നത കുലജാതൻ എന്നാണ്. അതുകൊണ്ടാണ് വരുന്നത്. അതുകൊണ്ട് ഞാൻ ഗോത്രവർഗ വകുപ്പ് ചോദിച്ചിട്ടുണ്ടെന്ന്. വകുപ്പ് ഭരിക്കുന്നുണ്ടല്ലോ, നല്ല അന്തസ്സുള്ള ഒരു മന്ത്രിയാണ് കേട്ടോ. ജുവലോറം എന്ന് പറയുന്ന ഒരു ഒഡീഷയിലെ ഒരു പ്രധാന ഗോത്രത്തിലെ ഒരു അംഗമാണ് അദ്ദേഹം. കഴിഞ്ഞ 3 വർഷമായിട്ട് ജയിച്ചു വന്നിട്ട് ഈ 3 വർഷമായിട്ട് മന്ത്രിയാണ് ഇതേ വകുപ്പിന്റെ. അപ്പൊ അദ്ദേഹത്തിന്റെ ഭരണം കൊള്ളത്തില്ല, അതുകൊണ്ട് ഇദ്ദേഹത്തിന് കൊടുക്കണം എന്നുള്ളതാണ് ശ്രീ നരേന്ദ്രമോദിയോട് പറഞ്ഞെങ്കിൽ അതങ്ങ് ചെയ്തു കൊടുക്കുന്നതല്ലായിരുന്നു നല്ലത് കേട്ടോ. ഇതെങ്കിലും ഗോത്രവും വർഗവും എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്നും ഇദ്ദേഹത്തിനൊന്നും മനസ്സിലായേനെ, അതെങ്കിലും സംഭവിച്ചു പോയേനെ. ഇപ്പൊ നമുക്ക് ആളുകളുടെ എങ്ങനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല. ഒരു പൗരന്മാരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്തതിന് തുല്യമാണ് ശ്രീ സുരേഷ് ഗോപിയുടെ ഈ വാചകങ്ങൾ. വളരെ തെറ്റാണ്. ഇനി അതേപോലെ തന്നെ അദ്ദേഹം അടുത്തത് കാര്യം പറഞ്ഞേക്കുന്നത് ഇങ്ങനെ കിടന്ന്, അതായത് ഈ നിലവിളിക്കാതെ കേട്ടോ, നിലവിളിച്ചുകൊണ്ടിരിക്കാതെ കൊടുത്ത പണം ചെലവാക്കാൻ ആദ്യം എന്ന് വെച്ചാൽ ഇവിടെ ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ട് കേന്ദ്ര ഗവൺമെന്റ്, ഇവർ ചെലവാക്കുന്നില്ല. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ഇവിടെ നമുക്ക് വയനാട് ദുരന്തത്തിന് ഇഷ്ടംപോലെ കൊടുത്തിട്ടുള്ള ഒരു ഈ കഴിഞ്ഞ ബജറ്റിൽ പോലും ഒരു പൈസ അതിന് വകയിരുത്തിയിട്ടില്ല കേട്ടോ. അത് കൊടുക്കാതിരുന്നിട്ടാണ് ഈ പറയുന്നത്. കൊടുത്തത് ആദ്യം ചെലവാക്ക്, നിലവിളിക്കാതെ. ഈ വർത്തമാനം ഒരു മലയാളി എന്നുള്ള നിലയ്ക്ക് ശ്രീ സുരേഷ് ഗോപി പറയാൻ പാടുള്ളതാണോ? ഈ ഇവിടുന്നൊക്കെ പോയ അദ്ദേഹത്തിന് മനസ്സിലാവണ്ടേ ഇവിടുത്തെ ആളുകളുടെ നിലവിളി എന്താണെന്ന്, കരച്ചിൽ എന്താണെന്ന്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഈ ധാരണ, ഇത് അബദ്ധം പറ്റി അങ്ങ് പറഞ്ഞല്ല, പിന്നെ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തു കേട്ടോ ഇതിന്. ആ എക്സ്പ്ലനേഷൻ അതിലും വലിയ വഷളത്തരമാണ്. അപ്പൊ ആ യഥാർത്ഥ മനസ്സിരിപ്പിങ്ങി വിളി വന്നു. അതായത് ഈ പിന്നോക്കക്കാരെ മുന്നോക്കക്കാരെ സംരക്ഷിക്കണമെന്നാണ് ഉദ്ദേശിച്ചെന്ന് മനസ്സിലാവും. അവിടെ ഇതിനും അപ്പുറമാണ്. മുന്നോക്ക സമുദായങ്ങൾ എന്ന് പറയുന്ന കുറെ ആളുകളുണ്ട്, പിന്നോക്കക്കാരെന്ന് പറയുന്ന നമ്മളെ ചെരുപ്പൂത്തികൾ പോലുള്ള ആളുകൾ, ഇങ്ങനെയുള്ള ആളുകളുണ്ട്. ഇവരെ ഒക്കെ സംരക്ഷിക്കുന്ന മുന്നോക്കക്കാരുണ്ട്, സംരക്ഷിക്കണം എന്നാണ്. ഭരണഘടനയുടെ ഒരുപോലെ പൗരനെ കണക്കാക്കണം, ഇക്വാളിറ്റി, അതിന്റെ ആ പ്രിൻസിപ്പിളുള്ള ഭരണഘടനയെ തൊട്ട് സത്യം ചെയ്തിട്ടാണ് ഇതേ വർത്താനം പറയുന്നത്. ഈ എക്സ്പ്ലനേഷൻ വീണ്ടും വലിയ വർഷത്തരമാണ് നടന്നേക്കുന്നത്. ഇനി ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. കാരണം ഇത് യഥാർത്ഥത്തിൽ ഇത് തന്നെ മനോവ്യാപാരമാണിത്. ഇത് അബദ്ധം പറ്റി പറഞ്ഞതല്ല. കാരണം മുമ്പൊരിക്കൽ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഒരു പൂണൂലിട്ട ബ്രാഹ്മണനായിട്ട് ജനിക്കണമെന്നായിരുന്നു അടുത്ത ജന്മത്തിലെങ്കിലും വേണമെന്ന്. അത് അദ്ദേഹത്തിന്റെ ആഗ്രഹമാണ്, ചെയ്തോട്ടെ. കാരണം പൂണൂലിട്ട ബ്രാഹ്മണന്മാർക്ക് ഏതാണ്ട് വലിയ കഴിവുണ്ടെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ധാരണ. അതാ കാര്യം. അതുകൊണ്ട് ഇത് വെറുതെ അബദ്ധം പറ്റി പറയുന്നതല്ല.
അദ്ദേഹത്തിന്റെ മനസ്സിലിരിപ്പ് ഇങ്ങനാണ്, ഈ രീതിയിലാണ്. ഒരിക്കൽ ഞാൻ കണ്ടു, അദ്ദേഹം ഒരു വാഹനത്തിൽ ഇരുന്നുകൊണ്ട് ഓരോരുത്തർക്ക് 500 രൂപ എടുത്തു കൊടുക്കുന്നു. അവരത് വാങ്ങിച്ചിട്ട് കാലും തൊട്ട് തൊഴുതിട്ട് വന്നു. പുള്ളി അന്തസ്സായിട്ട് കാല് തൊഴുന്നത് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാല് തൊട്ട് തൊഴുന്നതും ഈ വാങ്ങിച്ചുകൊണ്ട് പോകുന്നതിനൊക്കെ എന്ത് പറയാൻ പറ്റും? ഈ നാട്ടില് നിവർത്തിയില്ലാത്തതുകൊണ്ടല്ലേ ഈ 500 രൂപയുടെ ഒരു നോട്ടും കൊടുത്തിട്ട് ആ വണ്ടിയിൽ ഇരുന്നിട്ട് ഒരു വെൽഫെയർ കാറിൽ ഇരുന്നുകൊണ്ടാണ് അത് ചെയ്യുന്നത്. എന്റെ ഡോർ തുറന്നു വെച്ചേക്കുക, കാലെ തൊട്ട് തൊഴുന്നത് ഞാൻ കണ്ട മാധ്യമങ്ങളിൽ ഞാൻ കണ്ടതാണ്. ഇതൊക്കെ ചെയ്യാൻ പാടുള്ളതാണോ എന്ന് അദ്ദേഹം ആലോചിക്കണം. ഇത് കേരളമാണ്, മനസ്സിലാക്കണം. സാക്ഷരതയുള്ള നാടാണ്, ഇവിടെ ചിന്തിക്കുന്ന ജനങ്ങളുണ്ട്. അത് ശ്രീ സുരേഷ് ഗോപി തിരിച്ചറിയണം. പറഞ്ഞിട്ട് എങ്ങനെ പിൻവലിക്കുന്നേ? വായന ഇതുപോലുള്ള ഒരു വാചകം വീണിട്ട് അങ്ങ് പിൻവലിച്ചെന്ന് പറഞ്ഞാൽ മതിയോ? അങ്ങനെ പിൻവലിക്കാനൊന്നും പറ്റത്തില്ല. 3 ദിവസം പറഞ്ഞിട്ട് പിൻവലിക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ ഭരണഘടനാ വിരുദ്ധമായ കാര്യങ്ങളാണ് ഒരു മന്ത്രി വിളിച്ചു പറയുന്നത് കേട്ടോ. അത് എനിക്ക് വളരെ ആക്ഷേപം തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇനി അടുത്ത ആളുടെ കാര്യം പറഞ്ഞുകൊണ്ട് വന്നത്, അത് ഇതിലും ഗുരുതരമായ കാര്യമാണ്. ഇപ്പോൾ ശ്രീ ജോർജ് കുര്യന്റെ പ്രസ്താവന കണ്ടു. കേരളത്തിന് വല്ലതും കിട്ടണമെങ്കിൽ എന്ന് പറഞ്ഞാൽ അത് പിന്നോക്കക്കാരാണെന്ന് പറയണം. അതാ വേണ്ടി എല്ലാത്തിലും പിന്നോക്കമാണെന്ന് പറയണം. ഇവിടെ റോഡില്ല, ഇവിടെ ഇല്ല, നമ്മൾ കാളവണ്ടിയിലാണ് സഞ്ചരിക്കുന്നത്, സൈക്കിൾ മാത്രമേ ഉള്ളൂ, പിന്നെ സൈക്കിൾ റിക്ഷയേ ഉള്ളൂ ഇവിടെ, അതൊക്കെ ഉള്ളതാണ്. അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് പിന്നോക്കക്കാര് ആണ്, പിന്നോക്കാവസ്ഥയാണ് ഇവിടെ. നമ്മൾ അന്തസ്സായിട്ട് നടക്കാൻ പാടില്ല, ഇവിടെ ഒരു ഉടുപ്പ് പോലും ഇല്ലാതെ വേണം നടക്കാൻ. ഈ രീതിയിൽ കരഞ്ഞു വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്മീഷൻ ഏതാണ്ട് ഒന്ന് പരിശോധിച്ചിട്ട് അവിടെ റിപ്പോർട്ട് കൊടുക്കും. അന്നേരം നമുക്ക് വല്ലതും തരുമെന്ന്. ഇതൊക്കെ പറയുന്ന ഇയാൾ മലയാളിയാണെന്ന് എനിക്ക് സംശയമുണ്ട്. ഇതൊക്കെ പറയാൻ എന്തെങ്കിലും അറിയാമോ? ആ ഇംഗ്ലീഷൊക്കെ പറയുന്നത് കേൾക്കണം, ഭയങ്കര സ്റ്റാൻഡേർഡ് ആട്ടോ. ഞാൻ കേട്ടു, ഇംഗ്ലീഷ് ഞാൻ പറയുന്നത് ഞാൻ കേട്ടു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് ഈ രീതിയിൽ പറയുന്ന ഒരാള്, ഈ 2 മന്ത്രിമാര്, ഇത് BJPക്ക് ഏറ്റവും വലിയ അപജയമാണ്. ഇവിടെ നല്ല അതിൽ മിടുക്കരായിട്ടുള്ള ആളുകളുണ്ടല്ലോ, ചിലരുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ PS ശ്രീധരൻപിള്ള, ഞാനുമായിട്ട് നല്ല അടുപ്പമുള്ളതാണ്. അദ്ദേഹം വളരെ വിപുലമായിട്ട് സംസാരിക്കും. ഇതുപോലുള്ള അനാവശ്യങ്ങളൊക്കെ വിളിച്ചു പറയുന്നുണ്ടോ? ഇല്ല. അത് കാരണം അവിടെ കൂടിയാൽ ഇവിടെ കുറയും എന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, അതുപോലൊന്നുമുള്ള കാര്യങ്ങൾ പറയുന്നില്ല. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഈ സ്ഥാനം കൊടുത്താൽ നല്ലതാണ്. കാരണം അവർ അന്തസ്സായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യും, പറയും. ഈ പബ്ലിക് ലൈഫിൽ ഇറങ്ങി ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ ഇത് വളരെ, അതായത് ഒരു, എനിക്ക് തോന്നുന്നു രാഷ്ട്രീയ വിവേകം പോലും ഇല്ലാത്തതാണ് ഈ രീതിയിൽ ഉള്ള വർത്തമാനം. അത് ശ്രീ സുരേഷ് ഗോപി ഇപ്പൊ സിനിമാ താരമല്ല എന്ന് മനസ്സിലാക്കണം. ഇപ്പൊ മന്ത്രിയാണ്, ജനങ്ങളുടെ നേതാവാണ്, ആ ജനങ്ങളെ ഭരിക്കേണ്ട ആളാണ്. അത് നോക്കിയിട്ട് നമ്മുടെ ഭരണഘടന അനുസരിച്ചുള്ള വർത്തമാനം പറയണം. അതുപോലെ ജോർജ് കുര്യൻ അബദ്ധത്തിൽ നന്നായിട്ട് കയറിയതാണെങ്കിലും കയറിക്ക് ഒരു കുഴപ്പമില്ല, ഇരുന്നോളൂ, നല്ലത് തന്നെ. കേരളത്തിൽ നിന്ന് ഒരു മന്ത്രി ഉണ്ടെങ്കിൽ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷേ നിങ്ങൾ കേരളക്കാരനാണ്. ഇപ്പൊ നിങ്ങൾ ഏതാണ്ട് വയനാടിന് ഒക്കെ കൊടുത്ത കാര്യമൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ, വയനാടിന് എന്ത് കൊടുത്തെന്നാണ്? അതുപോലെ തന്നെ ശ്രീ സുരേന്ദ്രന്റെ പ്രഖ്യാപനം ഇന്ന് വന്നിട്ടുണ്ട്, ഞാൻ കണ്ടു. അദ്ദേഹം പറയുന്നത് വയനാടിന് ഇഷ്ടംപോലെ കൊടുക്കും, കൊടുത്തില്ലെങ്കിൽ അതിനെതിരെ ആദ്യം സമരം ചെയ്യുന്ന ഞാനായിരിക്കും എന്ന് പറഞ്ഞു. ശ്രീ സുരേന്ദ്രൻ ചിലപ്പോൾ അതിനെക്കുറിച്ചുള്ള വിവരം കാണുമായിരിക്കും, എനിക്കറിയില്ല. എന്തായാലും ബജറ്റിലൊന്നുമില്ല. ഇനി ചിലപ്പം വേറെ അല്ലാത്ത വിധത്തിൽ കൊടുക്കുമായിരിക്കും കേട്ടോ. ആ രീതിയിൽ അങ്ങനെ വരുമായിരിക്കും, എനിക്കറിയില്ല. കിട്ടിയ വലിയ കാര്യം. ഇതാണ് നമുക്ക് ഇതിനെ വെച്ച് 2 മന്ത്രിമാരുടെ ക്വാളിറ്റിയെ കുറിച്ച് പറയാനുള്ളത്. ഒരാള് ഇവിടെ ഒന്നുമില്ല, പട്ടിണിയാണ് എന്ന് പറഞ്ഞ് നമ്മൾ പിച്ചച്ചട്ടിയായിട്ട് ഇറങ്ങി നിന്ന് നരേന്ദ്രമോദിക്ക് അടുത്ത് നിന്ന് കൈനീട്ടണം. അതാണ് വേണ്ടത് കേട്ടോ. അതിൽ എനിക്ക് ബഹുമാനമുണ്ട് ഈ സർക്കാരിന്റെ അടുത്ത്. കാര്യം ഇവരൊരു പരിധി കഴിഞ്ഞ് ഇവർ കരയാൻ പോകുന്നില്ല. അവരുടെ പ്രസ്താവനകളും വന്നു ഇതുപോലുള്ള ഈ പ്രസ്താവനയ്ക്കെതിരെ. വളരെ 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 വികലമായിട്ടുള്ള, അത്രയും വൈകല്യമുള്ള ഒരു പ്രസ്താവന നമുക്ക് കാണാൻ കിട്ടത്തില്ല. ആ രീതിയിലാണ് ജോർജ് കുര്യൻ പറഞ്ഞേക്കുന്നത്. ഈ രീതിയിലാണ്. ഇവര് രണ്ടുപേരും ഒന്ന് ചിന്തിക്കണം. നിങ്ങൾ കേരളീയരാണ്, മലയാളികളാണ്, മലയാളികളുടെ അന്തസ്സങ്ങൾ കാത്തു സൂക്ഷിക്കണം എന്ന് നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കുക. ഈ 2 കേന്ദ്രമന്ത്രിമാരിപ്പം കേരളത്തിൽ ഒരു വർഷത്തോളം ഇതുവരെ എന്തെങ്കിലും ഗുണം ഉണ്ടല്ലോ, ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കിട്ടിയില്ലേ കേട്ടോ, അത് കൊണ്ടുവരുമെന്ന് പറഞ്ഞ ആളല്ലേ, നമുക്ക് അതിനെ കിട്ടിയല്ലോ. അപ്പൊ നമുക്ക് ഇതുപോലെല്ലാം ഒരുപാട് കിട്ടിക്കൊണ്ടിരിക്കുക. ഇനി ഞാൻ പറഞ്ഞില്ലേ, ഇതുപോലുള്ള വർത്തമാനം വിളിച്ചു പറയുന്നതല്ലാതെ ഇവരെന്തെങ്കിലും ഇതിന് പറയുന്നത്, ഇവർക്ക് ചെയ്യുന്ന പരിപാടി എന്താണെന്നറിയോ? ഇപ്പൊ BJP ഗവൺമെന്റ്, ശ്രീ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ഈ കേരളത്തോട് ഒരു ചിത്തമയമാണ് കാണിക്കുന്നത്. കേരളം യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഭാഗമല്ല എന്നുള്ള രീതിയിലുള്ള പെരുമാറ്റം അവർ കാണിക്കുന്നത്. എന്നിട്ട് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പണികളെന്ന് പറയുന്നത്, കേരളത്തിൽ നിന്ന് 2 മന്ത്രിമാരെ അവിടെ കൊണ്ടുപോയിട്ട് അവരുടെ വായിലൂടെ
കേരളത്തിനെ ആക്ഷേപിക്കുകയാണ്. അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കാരണം BJP സർക്കാർ എല്ലാം ചെയ്യുന്നുണ്ട്. ഇവിടെ ആരും ഒന്ന് നിലവിളിച്ചുകൊണ്ട് നടക്കാതെ കിട്ടിയതെടുത്ത് ചെലവാക്കാൻ ആദ്യം ഒരാൾ പറയുന്നു, മറ്റേ ആൾ പറയുന്നത് പിന്നോക്കക്കാരാണ്, വയറ്റിൽ തടിച്ച് പാട്ട് പാടി കേൾപ്പിച്ച് കാശ് വാങ്ങണമെന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഈ രീതിയിൽ ആക്ഷേപിക്കുക എന്ന് പറഞ്ഞത് മലയാളികളെ ആക്ഷേപിക്കുകയാണ്. അതായത് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്.